Hello students, welcome to the last part of magnetism. ഇന്ന് നമ്മൾ ചാപ്റ്റർ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യും. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് വേണ്ടത്. അത് നമുക്ക് ലൈവ് ഡിസ്കഷൻസ് വരുന്നുണ്ടല്ലോ, കോമ്പൻഡിയം ഡിസ്കഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ മാഗ്നറ്റിക് എഫക്റ്റും മാഗ്നറ്റിസവും കൂടെ കപ്പിൾ ചെയ്ത് നിങ്ങൾ മാക്സിമം നമ്പർ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഇതിലൊരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. അത് ഇന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കും. ഇതിലൊരു പോയിന്റ് പറയാനുള്ളത്, കുട്ടികൾ പറഞ്ഞിരുന്നു, അതായത് ഞാൻ മാഗ്നറ്റിക് ലെങ്ത്തും ജോമെട്രിക് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞപ്പോൾ മാഗ്നറ്റിക് ലെങ്ത് ഈസ് ഈക്വൽ ടു, എൻ്റെ ഓർമ്മ ഞാൻ 6/7 ടൈംസ് എന്ന് പറഞ്ഞു എന്നാണ്. പഴയ ബുക്കുകളിലൊക്കെ അങ്ങനെയാണ്, പക്ഷേ ലേറ്റസ്റ്റ് എഡിഷൻ ബുക്കുകളിലെല്ലാം കൊടുത്തിരിക്കുന്നത് മാഗ്നറ്റിക് ലെങ്ത് ഈസ് ഈക്വൽ ടു 5/6. മാഗ്നറ്റിക് ലെങ്ത് ഈസ് ഈക്വൽ ടു 5/6 ടൈംസ് ജോമെട്രിക് ലെങ്ത് എന്നാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. കാരണം ലേറ്റസ്റ്റ് ബുക്കുകൾ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കത് മാറിപ്പോണ്ട്. ഡയറക്റ്റായിട്ട് അങ്ങനെ മാഗ്നറ്റിക് ലെങ്ത്തും ജോമെട്രിക് ലെങ്ത്തും തമ്മിലുള്ള റിലേഷനൊന്നും പ്രോബ്ലമായിട്ട് വരാറില്ല. ഇനി പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ ബാഡ് ലക്ക് കാരണം ചിലപ്പോൾ അങ്ങനെ വന്നാലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്തോളൂ. മാഗ്നറ്റിക് ലെങ്ത് ഈസ് ഈക്വൽ ടു 5/6 ടൈംസ് ജോമെട്രിക് ലെങ്ത് കേട്ടോ. ദെൻ പിന്നെ നമുക്ക് നൾ പോയിൻറ്റ്സ് ആണെന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. നോക്കാം. നൾ പോയിൻറ്റ്സ് ഞാനൊരു പ്രോബ്ലത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ. 2 മാഗ്നറ്റ്സ്, മൊമെൻറ്റ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 8:125. Placed so as to have common axial line and like poles facing each other. The distances of the centers of the magnets from the null point. അപ്പോൾ 2 മാഗ്നറ്റുകളുണ്ട്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കോമൺ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞു. നോർത്ത് പോൾ, സൗത്ത് പോൾ. ഓക്കെ. വേറൊരു മാഗ്നറ്റ് ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല, സൗത്ത് ഇവിടെയും നോർത്ത് ഇവിടെ ആക്കാം അല്ലേ. കാരണം പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ദർ ലൈക്ക് പോൾസ് ഫേസിങ് ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഇതാണ് അവരെ ജോയിൻ ചെയ്യുന്ന ലൈൻ. നോക്കൂ, ഇവിടെയും സൗത്താണ്, ഇവിടെയും സൗത്താണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്താൽ, എവിടെയെങ്കിലും ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്താൽ, ഇയാൾ തൻ്റെ അടുത്തേക്ക് ഫീൽഡ് ഉണ്ടാക്കും, ഇയാൾ അയാളുടെ അടുത്തേക്കും ഫീൽഡ് ഉണ്ടാക്കും. രണ്ടുപേരുടെയും മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഇവിടെ ഒരാളുടെ 8ഉം ഒരാളുടെ 125ഉമാണ്. സപ്പോസ് രണ്ടുപേരുടെയും ഈക്വൽ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റും ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റും ഈക്വൽ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? കറക്റ്റ് മിഡ് പോയിന്റിൽ നെറ്റ് ഫീൽഡ് 0 ആവും. കാരണം ഇവൻ ഉണ്ടാക്കുന്ന ഫീൽഡ് അവൻ്റെ അടുത്തേക്കും ഇവൻ ഉണ്ടാക്കുന്ന ഫീൽഡ് അവൻ്റെ അടുത്തേക്കും, രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, നെറ്റ് ഫീൽഡ് 0 ആവുന്ന പോയിന്റ് എന്തായാലും മിഡ് പോയിന്റ് അല്ല. ആരുടെ അടുത്തായിരിക്കും? ഇവൻ്റെ അടുത്തായിരിക്കും. കാരണം ഇവൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കുറവല്ലേ. അപ്പോൾ ഇവൻ്റെ അടുത്തായിരിക്കും എന്ത് വരിക? നൾ പോയിന്റ് വരിക. നൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഫീൽഡ് 0 ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ നൾ പോയിന്റ് ഓർ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്തു, ഇതാ ഇവിടെയാണ് നൾ പോയിന്റ് എന്ന് വിചാരിച്ചോളൂ. അവിടേക്ക് ഫസ്റ്റ് മാഗ്നറ്റിൽ നിന്നും അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R1 എന്നും, സെക്കൻഡ് മാഗ്നറ്റിൽ നിന്ന് അവിടേക്കുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ R2 എന്നും എടുത്തു. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് മാഗ്നറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് എവിടെയൊക്കെ ആയിരിക്കും? പറയൂ. ഈ മാഗ്നറ്റ് തൻ്റെ അടുത്തേക്കും മറ്റേ മാഗ്നറ്റ് അയാളുടെ അടുത്തേക്കും ഉണ്ടാക്കും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫീൽഡ് ഞാൻ B1 എന്നും ഈ ഫീൽഡ് B2 എന്നും എടുത്താൽ, ഈ നൾ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് സംഭവിക്കണം? ഈ രണ്ട് ഫീൽഡും കൂടെ വെക്ടോറിയലി ആഡ് ചെയ്താൽ എന്ത് വരണം? 0 വരണം. സോ നൾ പോയിന്റ് മീൻസ് നെറ്റ് ഫീൽഡ് ഈസ് 0. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നൾ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സ്മോൾ കോമ്പസ് ബോക്സ് എടുക്കണം. നിങ്ങൾക്കറിയാം കോമ്പസ് ബോക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? മാഗ്നറ്റിക് നീഡിലുണ്ട്. അപ്പം നിങ്ങൾ ഈ ലൈനിൽ നിങ്ങളൊരു കോമ്പസ് ബോക്സ് പ്ലേസ് ചെയ്ത് പല 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 പോയിന്റുകളിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ? മാഗ്നറ്റിക് നീഡിൽ നിങ്ങൾ വെക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെ നിൽക്കും. അതായത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് നിൽക്കും. അതിന് കാരണം എന്താ? ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫീൽഡ് 0 ആയിട്ടുണ്ട്. ആ പോയിന്റിൽ വെക്കുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ, അതായത് കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിലിൻ്റെ മുകളിൽ എന്തുണ്ടാവില്ല? ഫോഴ്സ് ഉണ്ടാവില്ല. അതങ്ങനെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കും. മറ്റുള്ള പോയിന്റുകളിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ റീജിയണിലുള്ള നെറ്റ് ഫീൽഡുമായിട്ട് അവൻ ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ഡിഫ്ലക്റ്റഡ് ആവും. ഓക്കെ. അപ്പം നമുക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലോട്ട് പോവാം. അപ്പം നൾ പോയിന്റിൽ എന്ത് സംഭവിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്? അറ്റ് നൾ പോയിന്റ് രണ്ട് ഫീൽഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ B1 + B2 ഈക്വൽ ടു എന്ത് വരണം? 0. ഓക്കെ. ഇയാളുണ്ടാക്കിയ ഫീൽഡും അയാളുണ്ടാക്കിയ ഫീൽഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 0 വരണം. അതായത്
B1ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആരോട് ഈക്വൽ ആവണം? B2ന്റെ മാഗ്നിറ്റ്യൂഡിനോട് ഈക്വൽ ആവണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കാം. μ0/4π ഇൻറ്റു 2m1 ഡിവൈഡഡ് ബൈ r1 ക്യൂബ് ഈക്വൽ ടു μ0/4π ഇൻറ്റു 2m2 ഡിവൈഡഡ് ബൈ r2 ക്യൂബ്. ഇവിടെ 2m1 2m2 അല്ലേ? എന്തുകൊണ്ടാണ് 2 ടൈംസ് വരുന്നത്? എല്ലാവർക്കും അറിയാം, ബാർ മാഗ്നറ്റ് ആക്സിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് μ0/4π ഇൻറ്റു 2m/r ക്യൂബ് അല്ലേ? അയാളുടെയും ആക്സിയൽ ലൈൻ അല്ലേ? അപ്പോൾ അതും 2m/r ക്യൂബ് അല്ലേ? ക്യാൻസലായി പോകുന്നു. 2 ക്യാൻസലായി പോകുന്നു. അപ്പോൾ m1/r1 ക്യൂബ് ഈസ് ഈക്വൽ ടു m2/r2 ക്യൂബ് ഓർ r1 ക്യൂബ് ബൈ r2 ക്യൂബ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? r1 ക്യൂബ് ബൈ r2 ക്യൂബ് ഈസ് ഈക്വൽ ടു m1/m2. കറക്റ്റ് അല്ലേ? m1/m2. അതെ. ഇപ്പം നമുക്ക് r1 ക്യൂബ് തന്ന് അറിയോ? നമുക്ക് അറിയില്ല അല്ലേ? വേണ്ട, അതാണല്ലോ കാണേണ്ടത്. r1/r2 ഈക്വൽ ടു നമുക്ക് m1/m2 ഓൾ റേസ്ഡ് ടു 1/3 എന്ന് എഴുതി കൂടെ. അപ്പോൾ r1/r2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? m1 എത്രയാണ്? 8. അപ്പോൾ 8/125 ഓൾ റേസ് ടു 1/3. അപ്പോൾ r1/r2 ഈസ് ഈക്വൽ ടു 8ൻ്റെ ക്യൂബ് റൂട്ട് 2, 125ൻ്റെ ക്യൂബ് റൂട്ട് 5. അപ്പോൾ നിങ്ങളുടെ ആൻസർ കിട്ടി. അതായത് എന്താണ് ആൻസർ? 2:5. അപ്പോൾ r1 ആണോ r2 ആണോ ഗ്രേറ്റർ? യെസ്. ഈ നോക്കൂ, r1/r2 2/5 അല്ലേ വരുന്നത്. അപ്പോൾ r1 അല്ലേ ലെസ്. എന്തുകൊണ്ടാണ് r1 കുറവായത്? ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് കുറവാണ്. എന്തുകൊണ്ടാണ് ഇയാൾ അടുത്തേക്ക് വന്നത്? നൾ പോയിന്റ്. ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോബ്ലത്തിൽ നൾ പോയിന്റ് ആ ലൈൻ്റെ സെൻറ്ററിൽ വരുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ രണ്ട് പേരുടെയും മാഗ്നറ്റിക് മൊമെൻറ്റുകൾ ഈക്വൽ ആണെങ്കിൽ. ഇവിടെ ഈക്വൽ അല്ലല്ലോ. റേഷ്യോ നോക്കൂ, 8:125 അല്ലേ? കേട്ടോ. അപ്പോൾ ദിസ് പോയിന്റ് ഈസ് കാൾഡ് നൾ പോയിന്റ്. ഇൻ ദാറ്റ് പോയിന്റ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്, രണ്ട് മാഗ്നറ്റുകൾ ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0. That's why when we place a compass box there, the magnetic needle inside the compass box remain undeflected. Okay? Clear ആയല്ലോ അല്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എർത്തും, അതായത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഇൻട്രാക്ട് ചെയ്ത് നൾ പോയിന്റ്സ് എവിടെ വരാം, ഇതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കേസിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നോർത്ത് പോൾ പോയിന്റിംഗ് ജോഗ്രഫിക് നോർത്ത്. നോർത്ത് പോൾ പോയിന്റിംഗ് ജോഗ്രഫിക് നോർത്ത്. അപ്പം നോക്കൂ, ഇവിടെയാണ് ജോഗ്രഫിക് നോർത്ത്. ജോഗ്രഫിക് നോർത്ത് GN. ഇവിടെ ജോഗ്രഫിക് സൗത്ത്. അപ്പോൾ ആദ്യമേ നമുക്ക് എർത്തിൻ്റെ ഫീൽഡ് ലൈൻസിനെ കുറിച്ച് മാത്രം പറയാം. എർത്തിൻ്റെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നിയർലി പാരലൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആദ്യം നിങ്ങളൊരു ബോർഡ് എടുക്കണം. ആ ബോർഡിൽ എർത്തിൻ്റെ ഫീൽഡ് ലൈൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് വേണം. എർത്തിൻ്റെ ഫീൽഡ് എല്ലാം സൗത്തിൽ നോർത്തിലോട്ടാണ് ഫീൽഡ് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബോർഡിൻ്റെ മുകളിൽ ആദ്യം നമ്മൾ എർത്തിൻ്റെ ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്തു. അതാണ് ഈ കാണുന്നത്. അപ്രോക്സിമേറ്റ്ലി അത് പാരലൽ സ്ട്രൈറ്റ് ലൈൻസ് ആയിട്ട് വരയ്ക്കും. യൂണിഫോം ഫീൽഡ് ആക്കി എടുക്കും. കാരണം BHൻ്റെ വാല്യൂ നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നമ്മൾ താമസിക്കുന്ന ഭാഗങ്ങളിലെല്ലാം അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ്. അപ്പോൾ ഇതാരുടെ ഫീൽഡാണ്? ഇതാണ് എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് BH. BHൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ജോഗ്രഫിക് സൗത്തിൽ നിന്നും ജോഗ്രഫിക് നോർത്തിലോട്ടാണ്. ക്ലിയർ ആണല്ലോ അത്? ദെൻ നമ്മളൊരു ബാർ മാഗ്നറ്റിലോട്ട് വരുന്നു. ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് നോക്കൂ. ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ നോർത്ത് പോൾ സൗത്ത് പോൾ. നോർത്ത് പോളിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പുറത്തോട്ട് പോകണു. അതുപോലെ സൗത്ത് പോളിലോട്ട് ഫീൽഡ് ലൈൻസ് ഉള്ളിലോട്ട് വരുന്നു. അതായത് ഇങ്ങനെ വരുന്ന ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെ വന്ന് അവസാനിക്കും. ഇങ്ങനെ വരുന്ന ഒരാൾ ഇങ്ങനെ വന്ന് അവസാനിക്കും. ഇങ്ങനെ വരുന്ന ഒരാൾ ഇങ്ങനെ വന്ന് അവസാനിക്കും. ഇങ്ങനെ വരുന്ന ഒരാൾ ഇങ്ങനെ അവസാനിക്കും. ഇതാ കണ്ടോ, ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ കണ്ടോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എർത്തിൻ്റെ ഫീൽഡിൽ നമ്മൾ ഈ മാഗ്നറ്റിനെ വെക്കുന്നു. ഞാൻ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ യു സെറ്റ് എ ബോർഡ്. ഫസ്റ്റ് ഓഫ് ഓൾ യു മാർക്ക് ദ ഫീൽഡ് ഓഫ് എർത്ത്. ദെൻ യു പ്ലേസ് എ മാഗ്നറ്റ് ദർ ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് ബോർഡ്. എന്നിട്ട് നമ്മൾ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസും നമ്മൾ വരയ്ക്കുന്നു. ക്ലിയർ ആണല്ലോ പറഞ്ഞല്ലേ? ഇനി രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു. ഈ രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്തു. അതായത് BHും അതുപോലെ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ B എന്ന് എടുക്കാം. നമുക്ക് B മാഗ്നറ്റ് എന്ന് എഴുതാം. BM എന്ന് എഴുതാം കേട്ടോ. മാഗ്നറ്റ് BH എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡും BM എന്ന് പറയുമ്പോൾ നമ്മുടെ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡും. ഇത് രണ്ടും കൂടെ ചേർന്ന് വന്നിട്ടുള്ള ഫിഗറാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. പുതിയ ഫിഗർ ഉണ്ടോ? ഇതിലെന്ത് സംഭവിച്ചു? നെറ്റ് ഫീൽഡ് ആകെ ചേഞ്ച് ചെയ്യപ്പെടും.
അതായത് ഇവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് ഫീൽഡ് ലൈൻസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. നിങ്ങൾ നോക്കൂ, ഇവിടെ ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഇക്വിറ്റോറിയൽ പോയിന്റിൽ ഒരു ഇൻറ്റു മാർക്ക് കാണും. ഞാൻ ആ പോയിന്റിനെ പറയുന്ന പേരാണ് നൾ പോയിന്റ്. നൾ പോയിന്റ്. അതുപോലെ ഞാൻ ഇവിടെ ഒരു നൾ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെയും ഇവിടെ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെയും നമുക്ക് നൾ പോയിന്റ്സ് ഉണ്ട്. എന്താണ് നൾ പോയിന്റ്സ്? നോക്കൂ, ഈ ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് നിങ്ങൾ ഒന്നുകൂടെ വരൂ. ഇക്വറ്റോറിയൽ റീജിയനിൽ നോക്കൂ, ഈ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരുമ്പോൾ അത് എർത്തിൻ്റെ ഫീൽഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും? ബാർ മാഗ്നറ്റിന് തൊട്ടടുത്തുള്ള റീജിയൻസ് അവിടെ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡ് ആയിരിക്കും സ്ട്രോങ്. പക്ഷേ ബാർ മാഗ്നറ്റ് അകന്ന് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അകന്ന് പോയാൽ ഒരുപാട് അകലെ പോയാൽ അവിടെ എർത്ത് ഉണ്ടാക്കുന്ന ഫീൽഡ് ആയിരിക്കും സ്ട്രോങ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്ത് സംഭവിച്ചു? ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡിനെ എർത്ത് ഉണ്ടാക്കുന്ന ഫീൽഡ് ക്യാൻസൽ ചെയ്തു. ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് നൾ പോയിന്റ്. അതെവിടെയാണ് സംഭവിക്കുക? ഇക്വറ്റോറിയൽ പോയിന്റുകളിലാണ് സംഭവിക്കുക. എന്തുകൊണ്ടാണ്? ആ പോയിന്റിലാണ് എന്ത് സംഭവിച്ചത്? ബാർ മാഗ്നറ്റിന്റെ ഫീൽഡും എർത്തിന്റെ ഫീൽഡും ഓപ്പോസിറ്റായി വരുന്നത്. സോ ദിസ് പോയിന്റ് ഈസ് കാൾഡ് നൾ പോയിന്റ്. അതുപോലെ ഇവിടെയും നമുക്ക് നൾ പോയിന്റ് കിട്ടും. ആക്സിയൽ ലൈനിൽ നൾ പോയിന്റ് കിട്ടുമോ? നോക്കാം. ഈ ആക്സിയൽ ലൈനിലേക്ക് വരുമ്പോൾ നോക്കൂ, ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് ഇതാ ഇങ്ങനെ പോകുന്നു. എർത്തിന്റെ ഫീൽഡ് അതേ ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ആക്സിയൽ ലൈനിൽ നമുക്ക് നൾ പോയിന്റ് കിട്ടില്ല. താഴേക്ക് വരാം. ഇതാ ഇവിടെ ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് മുകളിലേക്കാണ്, എർത്തിന്റെ ഫീൽഡും അതേ ഡയറക്ഷനാണ്. എന്ത് കിട്ടില്ല? നൾ പോയിന്റ് കിട്ടില്ല. അപ്പോൾ നോർത്ത് പോൾ പോയിന്റിംഗ് ജോഗ്രഫിക് നോർത്ത്. In this arrangement, null point occurs only along the equatorial line. ഈ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ബോർഡ് സെറ്റ് ചെയ്തു, എന്നിട്ട് ഞാൻ ആ ബോർഡിന് മുകളിലുള്ള നൾ പോയിന്റ്സ് ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് റൈറ്റിലും ഒരു നൾ പോയിന്റ് വരും, ലെഫ്റ്റിലും ഒരു നൾ പോയിന്റ് വരും. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് നൾ പോയിന്റ്സ് ഈസ് 2 ഇൻ ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. കേട്ടോ, ടോട്ടൽ നമ്പർ ഓഫ് നൾ പോയിന്റ് എത്രയായിരുന്നു നിങ്ങൾക്ക്? നോക്കൂ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാർ മാഗ്നറ്റ് ഇങ്ങനെ വെച്ചു. ബാർ മാഗ്നറ്റ് വരുന്ന ഫീൽഡ് ലൈൻസ് ബോർഡിൻ്റെ മുകളിൽ എന്ത് ചെയ്തു? എർത്തിൻ്റെ ഫീൽഡുമായിട്ട് ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ ഇവിടെയും നൾ പോയിന്റ് ഉണ്ട്. അവിടെ മാത്രമാണോ വരിക? ഇങ്ങനെ വരുന്ന ഫീൽഡ് ലൈൻ ഉണ്ടല്ലോ, എർത്തിൻ്റെ ഫീൽഡ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ഇവിടെ നൾ പോയിന്റ് വരും. താഴേക്ക് വരുന്ന ഫീൽഡ് ലൈൻ ഇതിലൂടെ വരുന്ന ഫീൽഡിനെ എർത്തിൻ്റെ ഫീൽഡ് ക്യാൻസൽ ചെയ്യും. അതായത് ഇവിടെയും മാത്രമല്ല, ചുറ്റും നൾ പോയിന്റ്സ് വരും കേട്ടോ. അതായത് ബാർ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? നൾ പോയിന്റ്സ് ഉണ്ട്. നമ്മളോട് ചോദിക്കുകയാണ്, എ ബാർ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ with the north pole pointing geographic north, then null points obtained on the board is 2. രണ്ടെണ്ണ 2. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് നൾ പോയിന്റ്സ് ഇൻ ദിസ് കേസ് ഈസ് ഇൻഫിനിറ്റി കേട്ടോ. ഇനി എൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ദാ ഈ ഡിസ്റ്റൻസ് R എന്ന് എടുത്തോളൂ. ഈ ഡിസ്റ്റൻസ് R. അങ്ങനെയുള്ള ആ പോയിന്റിൽ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡ് എത്രയാണ്? നമുക്ക് പറയാം, ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയുള്ള ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് B = μ0/4π × m/r³ എന്നല്ലേ വരിക. അതായത് ആരുണ്ടാക്കിയ ഫീൽഡാണ്? ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡാണ്. ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡ്. ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡ് ഞാൻ M എഴുതി, മാഗ്നറ്റ്. ഇനി അതേ പോയിന്റിൽ എർത്ത് ഉണ്ടാക്കിയ ഫീൽഡ് എന്തായിരിക്കും? ബി എർത്ത് ഈസ് നമുക്ക് BH എന്ന് എഴുതാം. BH ഹൊറിസോണ്ടൽ ഫീൽഡ്. ഇനി എന്ത് സംഭവിക്കണം? ഈ നൾ പോയിന്റിൽ ഈ രണ്ട് ഫീൽഡുകളും എന്തായിരിക്കണം? അതായത് ഒരു ഫീൽഡ് മുകളിലേക്കാണെങ്കിൽ മറ്റേ ഫീൽഡ് താഴേക്ക്, അവർ തമ്മിൽ എന്ത് ചെയ്തു? ക്യാൻസലായി പോയി. അപ്പം അറ്റ് ദാറ്റ് പോയിന്റ് നമുക്കിത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? μ0/4π × m/r³ = BH എന്ന് വരും. μ0/4π × m/r³ = BH കേട്ടോ. ഇതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ കഴിയും? മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ ബാർ മാഗ്നറ്റ് കാണാൻ പറ്റും. നിങ്ങൾ സ്കൂളിൽ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണത് കേട്ടോ. നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ഏത് ഫീൽഡാണ്? എർത്തിൻ്റെ ഫീൽഡാണ്. അപ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡും എർത്തിൻ്റെ ഫീൽഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് പ്രൊസീജിയർ ഈസ് കാൾഡ് മാഗ്നറ്റിക് മാപ്പിംഗ്. ഹിയർ നോർത്ത് പോൾ പോയിന്റിംഗ് ജോഗ്രഫിക് നോർത്ത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സൗത്ത് പോൾ പോയിന്റിംഗ് ജോഗ്രഫിക് നോർത്ത്. സൗത്ത് പോൾ പോയിന്റിംഗ് ജോഗ്രഫിക് നോർത്താണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്യുക? ഫീൽഡ് ലൈൻസ് മാർക്ക് ചെയ്യാനുള്ള ടെക്നിക്ക് നോക്കൂ. ഒരു മാഗ്നറ്റ് എടുക്കുക. നോക്കൂ, ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇവിടെയാണ്, നോർത്ത് പോൾ ഇവിടെയാണ്, സൗത്ത് പോൾ ഇവിടെയാണ്.
ഇപ്പോൾ ചുറ്റും ഫീൽഡ് ലൈൻസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ അതെങ്ങനെ മാർക്ക് ചെയ്യും? ഏതാ ഇപ്പോൾ എൻ്റെ കൈകളാണ് ഈ കാണുന്നത് വിചാരിച്ചോളൂ. ഇതാണ് ഒരു കോമ്പസ് ബോക്സ്. ആ കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിലിനെ കണ്ടോ നിങ്ങൾ? ഒരു നീഡിലുണ്ട് ഇവിടെ, നീഡിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ പ്രിസൈസ് ആയിരിക്കണം റീഡിങ് കേട്ടോ. അതായത് നമ്മൾ എടുക്കുമ്പോൾ വളരെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് അറേഞ്ച്മെൻറ്റ് വേണം. കോമ്പസ് ബോക്സ് എന്ന് പറയുമ്പോൾ വളരെ സെൻസിറ്റീവ് അറേഞ്ച്മെൻ്റ് ആണ്. നിങ്ങൾ ഒരു കോമ്പസ് ബോക്സിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. കോമ്പസ് ബോക്സിനെ കൊണ്ടുവന്ന് വെച്ചാൽ അതിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ ഒരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തതിനു ശേഷം കുറച്ചുകൂടെ നീക്കി വയ്ക്കും. എന്നിട്ട് വീണ്ടും കോമ്പസ് ബോക്സ് വെച്ച് നോക്കും, അതിലെ മാഗ്നറ്റിക് നീഡിൽ എവിടെയാണോ അവിടെയും മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്ത് മാഗ്നറ്റിക് നീഡിൽ കാണിച്ചു തരുന്ന ആ ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്കിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ എങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് വരയ്ക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങളൊരു ചെറിയ കോമ്പസ് ബോക്സ് കൊണ്ടുവരുന്നു. കോമ്പസ് ബോക്സിനകത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ കാണിച്ചു തരുന്ന ട്രാക്കാണ് ഫീൽഡ് ലൈൻസിൻ്റെ ട്രാക്ക്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകല്ലേ. മാഗ്നറ്റിക് മാപ്പിങ്ങിൽ തന്നെ സൗത്ത് പോൾ പോയിന്റിങ് ജോഗ്രഫിക് നോർത്ത്. ഓക്കെ, യെസ്, സൗത്ത് പോൾ പോയിന്റിങ് ജോഗ്രഫിക് നോർത്ത്. ഇപ്പം ഞാനിവിടെ ജോഗ്രഫിക് നോർത്ത് മാർക്ക് ചെയ്തു, ജോഗ്രഫിക് നോർത്ത്, ഇവിടെ ജോഗ്രഫിക് സൗത്ത്. എർത്തിൻ്റെ ഫീൽഡ് ലൈൻസിനെ കുറിച്ച് നമുക്ക് അവയർനെസ് വേണം. ജോഗ്രഫിക് സൗത്തിൽ നിന്നും ജോഗ്രഫിക് നോർത്തിലോട്ടാണ്. ഓക്കെ, എന്നാൽ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസോ നിങ്ങൾ നോക്കി, ഇവിടെ ഞാൻ മാർക്ക് ചെയ്തതനുസരിച്ച് ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആയതുകൊണ്ട് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോകുന്ന ഫീൽഡ് ലൈൻസ് ഉണ്ടോ? അപ്പോൾ ബാർ മാഗ്നറ്റിന് അടുത്തുള്ള റീജിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസും അതുപോലെ തന്നെ എർത്തിൻ്റെ ഫീൽഡ് ലൈൻസും ഒരേ ഡയറക്ഷനാണ്. റൈറ്റിലും പറയാം ലെഫ്റ്റിലും പറയാം കേട്ടോ. ഇപ്പം നിങ്ങൾ ആദ്യമേ അറിയേണ്ട കാര്യം, ബാർ മാഗ്നറ്റിന് വെരി ക്ലോസ് ആയ റീജിയൻസ് എടുത്താൽ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് ആയിരിക്കും സ്ട്രോങ്. എന്നാൽ എർത്തിൻ്റെ ഫീൽഡ് അതേ ഡയറക്ഷൻ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടുത്തെ നെറ്റ് ഫീൽഡ് ചെറുതായി ഒന്ന് മാറും. കാരണം എർത്തിൻ്റെ ഫീൽഡിൻ്റെ കൂടെ ആര് കൂടെ അങ്ങ് ആഡ് ചെയ്യപ്പെടും? ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡും കൂടെ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ചാൻസും ഇല്ല, ഈ ലൈനിൽ ഒരിക്കലും നിങ്ങൾക്ക് നൾ പോയിന്റ് കിട്ടില്ല. എന്തുകൊണ്ടാണ് നൾ പോയിന്റ് കിട്ടാത്തത്? ഇതിൽ ഈച്ച് ആൻഡ് എവരി പോയിന്റ് എടുത്തോളൂ. നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും അവിടെ എർത്തിൻ്റെ ഫീൽഡും ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡും ഒരേ ഡയറക്ഷനാണ്. അതുകൊണ്ടാണ് ക്യാൻസലേഷൻ ഇല്ലാത്തത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ റൈറ്റിലില്ലെങ്കിൽ പിന്നെ ലെഫ്റ്റിലും വരില്ല കേട്ടോ. ഇനി അതിനുശേഷം നിങ്ങളിതാ ഇവിടേക്ക് വാ. ഇവിടെ വരുമ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ ഒരു ഫീൽഡ് ലൈൻ, കുറേ ഫീൽഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഇങ്ങോട്ട് പോകുന്നു എന്ന് വിചാരിച്ചോളൂ. എർത്തിൻ്റെ ഫീൽഡ് ഓൾറെഡി നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എർത്തിൻ്റെ ഫീൽഡ് എവിടുന്ന് എവിടേക്കാണ് വരുന്നത്? നേരെ തിരിച്ചല്ലേ വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഇവിടെ എവിടെയോ ക്യാൻസലേഷൻ നടന്നിട്ടുണ്ട്. ആ പോയിന്റിനെ നമുക്ക് എന്ത് പോയിന്റ് എന്ന് പറയാം? നൾ പോയിന്റ് എന്ന് പറയാം. ഞാനിതാ ഇവിടെ ഒരു നൾ പോയിന്റ് എടുത്തു, അതുപോലെ തന്നെ ഇവിടെ ഒരു നൾ പോയിന്റ് എടുത്തു. മാഗ്നറ്റിൻ്റെ സെൻട്രൽ നിന്നും അവിടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ 6 എന്ന് മാർക്ക് ചെയ്തു. താഴേക്കുള്ള ഡിസ്റ്റൻസും ഞാൻ 6 എന്ന് മാർക്ക് ചെയ്തു. ഇപ്പം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ യു ടേക്ക് എ ബോർഡ്, then you place the given magnet. It should be noted south pole pointing geographic north. In that case, നോക്കൂ, മാഗ്നറ്റ് ഇങ്ങനെ വെച്ചാൽ ഈ റൈറ്റിലോ ലെഫ്റ്റിലോ നിങ്ങൾക്ക് നൾ പോയിന്റ് കിട്ടില്ല. ഇക്വറ്റോറിയൽ ലൈനിൽ നൾ പോയിന്റ് കിട്ടില്ല. കാരണം എർത്തിൻ്റെ ഫീൽഡും മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡും ഒരേ ഡയറക്ഷനാണ്. പക്ഷേ ബാർ മാഗ്നറ്റിൻ്റെ ആക്സിയൽ ലൈനിൽ, അതായത് ഫ്രണ്ടിലും വരും ബാക്കിലും വരും, എന്ത് വരും? നൾ പോയിന്റ് വരും. കാരണം ഇവിടെ എന്ത് സംഭവിച്ചു? ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡും എർത്തിൻ്റെ ഫീൽഡും തമ്മിൽ ക്യാൻസൽ ചെയ്തു. അതുപോലെ ഇവിടേക്ക് വാ, മാഗ്നറ്റിൻ്റെ ഫീൽഡ് താഴേക്കും എർത്തിൻ്റെ ഫീൽഡ് മുകളിലേക്കും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നൾ പോയിന്റ് എവിടെ വരും? ആക്സിയൽ ലൈനിൽ വരും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഓൺലി 2 നൾ പോയിന്റ്സ്. ബോർഡിൻ്റെ മുകളിലും 2 ആയിരിക്കും. ടോട്ടൽ നൾ പോയിന്റ്സും 2 ആയിരിക്കും. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്ക്. ബാർ മാഗ്നറ്റിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഫീൽഡ് ലൈൻസുമായിട്ടാണ് ക്യാൻസലേഷൻ. എവിടെ? ആക്സിയൽ ലൈനിൽ മാത്രം കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടാവും ചോദിച്ചാൽ 2 പേർക്കും ഫീൽഡ് ഉണ്ടാവും. അവർ തമ്മിൽ എക്സാക്ട് ക്യാൻസൽ ചെയ്യുന്ന പോയിന്റ്സ് വേറെ ഇല്ല. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നൾ പോയിന്റ്സ് 2. ഇനി ഇക്വേഷൻ നോക്കാം. ഈ ഡിസ്റ്റൻസ് 6 അല്ലേ? ആ പോയിന്റിൽ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഫീൽഡ് BM എന്ന് എടുക്കാം. BMൻ്റെ മാഗ്നറ്റ്യൂഡും അതുപോലെ തന്നെ എർത്തിൻ്റെ ഹൊറിസോണ്ടൽ ഫീൽഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? നമുക്ക് 0 വരണ്ടേ? അങ്ങനെ വരണമെങ്കിൽ 2 പേരുടെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് സെയിം ആവണ്ടേ? അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, μ0/4π ഇൻറ്റു ഇവിടെ 2m/r³ എടുക്കണേ. എന്തുകൊണ്ടാണ് 2m/r³ എടുത്തത്? ആക്സിയൽ ലൈൻ ആയതുകൊണ്ട് ഈസ് ഈക്വൽ ടു BH.
അതിൽ നിന്ന് നമുക്ക് നേരത്തെ ചെയ്തതുപോലെ എം കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ എക്സ്പെരിമെൻറ്റ് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇൻ കേസ് ഓഫ് നോർത്ത് പോൾ പോയിൻറ്റിംഗ് ജോഗ്രഫിക് നോർത്ത്, null point occurs along the equatorial line of bar magnet. Number of null points in a plane or on the board is 2. Total number of null points is infinity. But in this case, south pole pointing geographic north, null point occurs along the axis of the bar magnet. Total number of null points is 2 on the board, or total number of null points is also 2. Clear ആണല്ലോ അല്ലേ? ദെൻ ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. അതായത് ഒരു ബോർഡ് എടുത്തു, ഇതാ ബോർഡ്. എന്നിട്ട് ഞാൻ ഒരു ബാർ മാഗ്നറ്റിന് ടാൻസി പൊസിഷൻ എന്നാ പറയുക, കുത്തനെ വെച്ചു, വെർട്ടിക്കലി വെച്ചു, ടാൻസി പൊസിഷൻ. ബാർ മാഗ്നറ്റ് ഈസ് ഹെൽഡ് വെർട്ടിക്കലി ഓൺ എ ബോർഡ്. നമ്പർ ഓഫ് നൾ പോയിന്റ്സ് ഒബ്റ്റൈൻഡ് ഓൺ ദ ബോർഡ് ഈസ് ആൻസർ 1, 2, 3, 4. എന്താണ് ആൻസർ? A bar magnet is placed vertically on a board. My question, number of null points obtained on the board is നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഒരു ബാർ മാഗ്നറ്റ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഈ ബാർ മാഗ്നറ്റിൽ നിന്ന് പോകുന്ന ഫീൽ ലൈൻ ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആണെങ്കിൽ ഇവിടുന്ന് ഫീൽ ലൈൻ ഇങ്ങനെ വരാം, 3 ഡയമെൻഷനിൽ എല്ലാ ഡയറക്ഷനിലും ഈ ഫീൽഡ് ഉണ്ട്. ഇപ്പോൾ ബോർഡിൻ്റെ മുകളിൽ എർത്തിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ആണല്ലോ, ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ഫീൽഡ് ലൈനും ഇവിടുന്ന് ഈ താഴെ നിന്ന് എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ഫീൽഡ് ലൈനും എർത്തിൻ്റെ ഫീൽഡ് ലൈനും കൂടെ ഇവിടെ ക്യാൻസലേഷൻ വരാം. ഇവിടെ വരുമോ? ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമോ? ഇല്ല. കാരണം ഇതുണ്ടാക്കിയ ഫീൽഡ് ലൈനും അങ്ങോട്ടാണ്, എർത്തിൻ്റെ ഫീൽഡും അങ്ങോട്ടാണ്. അതുകൊണ്ട് ഇവിടെ ആഡിങ് ആണ് വരിക, അതുകൊണ്ട് ക്യാൻസലേഷൻ വരില്ല. ഇവിടെ വരുമോ? ഇല്ല. കാരണം ഇങ്ങനെ വരുന്ന ഒരു ഫീൽഡ് ലൈനിൻ്റെ ടാൻജൻറ്റ് വരച്ചാൽ ഇങ്ങോട്ടും എർത്തിൻ്റെ ഫീൽഡ് അങ്ങോട്ടും ആയത് കാരണം ഇവിടെ 90 ഡിഗ്രി വരുന്ന കാരണം ഇവിടെ ക്യാൻസലേഷൻ വരില്ല. ഇപ്പുറത്ത് വരുമോ? ഇല്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ഇങ്ങോട്ടാണെങ്കിൽ എർത്തുണ്ടാക്കിയ ഫീൽഡ് അങ്ങോട്ടാണ്, ഇവിടെയും ക്യാൻസലേഷൻ വരില്ല. അങ്ങനെയാണെങ്കിൽ വെൻ യു പ്ലേസ് എ ബാർ മാഗ്നറ്റ് വെർട്ടിക്കലി ഓൺ എ ബോർഡ്, നമ്പർ ഓഫ് നൾ പോയിന്റ്സ് ഓൺ ദ ബോർഡ് ഈസ് 1, which is in level with the poles. ലെവൽ വിത്ത് ദ പോൾ എന്ന് പറയാൻ കാരണം ഇവിടെ, അതായത് ഈ പോളിൻ്റെ അതേ ലെവലിൽ ഇവിടുന്ന് വരുന്ന ഒരു ഫീൽഡ് ലൈനുമായിട്ടാണ് ക്യാൻസലേഷൻ. മുകൾ ഭാഗത്തുണ്ടാവും കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്പർ ഓഫ് നൾ പോയിന്റ്സ് ഒബ്റ്റൈൻഡ് ഓൺ ദ ബോർഡ്, ഇറ്റ് ഈസ് 1. ക്ലിയർ ആണോ പറഞ്ഞത്? എ ബാർ മാഗ്നറ്റ് ഈസ് ഹെൽഡ് വെർട്ടിക്കലി ഓൺ എ ബോർഡ്, നമ്പർ ഓഫ് നൾ പോയിന്റ്സ് ഒബ്റ്റൈൻഡ് ഓൺ ദ ബോർഡ് ഈസ് 1, ഇറ്റ് ഈസ് ഇൻ ലെവൽ വിത്ത് ദ പോൾ. ഓക്കെ, യെസ്, മാഗ്നറ്റിക് മാപ്പിംഗ് ഫിനിഷ് ചെയ്തു. ഇനി ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞുതരാം. അതായത് ബാർ മാഗ്നറ്റുകൾ തമ്മിലുള്ള ഫോഴ്സ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 2 ബാർ മാഗ്നറ്റുകൾ എടുത്തു. മാഗ്നറ്റ് നമ്പർ 1, അപ്പോൾ അവൻ്റെ സൗത്ത് പോൾ. ഇവിടെ ബാർ മാഗ്നറ്റ് നമ്പർ 2, അയാളുടെ നോർത്ത് പോൾ. ഇവിടെ വേറെ പോളുണ്ട്, അതുപോലെ ഇവിടെയും വേറെ പോളുണ്ട്. തൽക്കാലം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. മോണോപോൾസ് തമ്മിലുള്ള ഫോഴ്സ്, ഇയാളുടെ പോൾ സ്ട്രെങ്ത് P1, ഇയാളുടെ പോൾ സ്ട്രെങ്ത് P2 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ നിങ്ങൾ 6 എന്നെടുത്താൽ പോൾസ് തമ്മിലുള്ള സെപ്പറേഷനാണ് കേട്ടോ. ഈ സൗത്ത് പോളും ഈ നോർത്ത് പോളും തമ്മിലുള്ള സെപ്പറേഷനാണ് 6. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ മോണോപോൾസ് ഇമാജിനേഷനാണ്. കാരണം മോണോപോളുകൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല, അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചില്ലേ, 1/4πε0 × Q1 Q2 / R² എന്ന് പഠിച്ചിട്ടില്ലേ? ഇത് എന്ത് ഫോഴ്സാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. നമുക്ക് മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇക്വേഷൻ? നമുക്ക് ദ ഫോഴ്സ് ബിറ്റ്വീൻ മോണോപോൾസ് കാണാൻ μ0/4π ഇൻറ്റു നമുക്കിങ്ങനെ എഴുതാം P1 P2 / R² എന്ന് എഴുതാം. ഇൻവേഴ്സ് സ്ക്വയർ ലോ തന്നെ പറയാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇത് നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ടൊന്നും നിങ്ങൾ സിലബസിൽ കാണില്ല, കാരണം ഇത് ശരിക്കും കമ്പാരിസൺ ആണ്. ജസ്റ്റ് NCERT ബുക്കിൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിസം റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ടുള്ള കമ്പാരിസൺ ആണ്. ഇതിൻ്റെ റീസൺ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് നോക്കൂ, ചാർജുകളാണ്, സ്കേലാർ സോഴ്സാണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്
കറണ്ട് എലമെൻറ്റുകളാണെന്ന് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് വെക്ടർ ട്രീറ്റ്മെൻറ്റിലാണ് ശരിക്കും കാണുന്നത്. സോ കോംപ്ലിക്കേറ്റഡ് ആണ് കാൽക്കുലേഷൻ. അതുകൊണ്ട് നമ്മൾ ആ പാർട്ടിലോട്ട് പോകാറില്ല. വി ജസ്റ്റ് കമ്പയർ വിത്ത് ആരുമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആക്ച്വലി ഈ പോൾ കണ്ടോ, P1 ഉം P2 ഉം അവർ സ്കേലാസാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കാണ്, അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് കേട്ടോ. ലേറ്റർ നിങ്ങൾ ഹയർ ലെവൽ MSCക്കോ അല്ലെങ്കിൽ നിങ്ങൾ BTech ഹയർ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ മാഗ്നറ്റുകളുടെ പോളുകളെ നമ്മൾ വെക്ടർ അനാലിസിസ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ മോണോപോൾസ് ചോദിച്ചാൽ ഇക്വേഷൻ μ0/4π × P1 P2 r². പക്ഷേ നിങ്ങൾ നോക്ക്, രണ്ട് മാഗ്നറ്റുകളെ നിങ്ങൾ അടുത്തടുത്ത് വയ്ക്കുന്നു. മാഗ്നറ്റ് നമ്പർ 1, മാഗ്നറ്റ് നമ്പർ 2. ഇപ്പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ. ഇപ്പോൾ ഞാൻ പറയണത് ഫോഴ്സ് ബിറ്റ്വീൻ ഡൈപോൾസ്. ഫോഴ്സ് ബിറ്റ്വീൻ ഡൈപോൾസ്. ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇങ്ങോട്ടാണ്, ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇങ്ങോട്ടാണ്. ഓക്കെ. ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് M1, ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് M2. ഇപ്പോൾ ഇവിടെ നോക്കൂ, 4 ഫോഴ്സ് വരും. അതായത് സൗത്തും നോർത്തും തമ്മിൽ അട്രാക്ട് ചെയ്യും, ഈ സൗത്തും തമ്മിൽ റിപ്പൽ ചെയ്യും, ഈ നോർത്തും തമ്മിൽ റിപ്പൽ ചെയ്യും, ഈ നോർത്തും സൗത്തും തമ്മിൽ അട്രാക്ട് ചെയ്യും. അങ്ങനെ 4 ഫോഴ്സ് ഉണ്ട് അവിടെ. മോണോപോൾ കാൽക്കുലേഷൻ ആണെങ്കിൽ 4 ഫോഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ ആ 4 ഫോഴ്സും കൂടെ വെക്ടോറിയൽ കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡൈപോൾ ആണെങ്കിൽ F = 1/4πε0 × 6 അവിടെ P1 P2 /r⁴ എന്നാണ്. 4r⁴. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾസ് തമ്മിലുള്ള ഫോഴ്സ്. ഇലക്ട്രിക് ഡൈപോളിൽ ഈ P1 ഉം P2 ഉം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. പക്ഷെ മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ മാഗ്നറ്റിക് ഡൈപോൾസ് F = ഇക്വേഷൻ μ0/4π × 6m1 m2 r⁴ എന്നാണ്. ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്, പക്ഷേ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങളെ പഠിപ്പിക്കില്ല, ഇത് മാഗ്നറ്റിസത്തിൽ ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ വളരെ പണ്ട് നിങ്ങൾക്ക് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r⁴ എന്നാണ്. നോക്കൂ, r² അല്ല, r⁴. ഇപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ മോണോപോൾസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r², ദാറ്റ് ഈസ് കൂളംസ് ലോ. പക്ഷേ ഫോഴ്സ് ബിറ്റ്വീൻ ഡൈപോൾസ് not inversely proportional to r², it is inversely proportional to r⁴. ഈ കാൽക്കുലേഷൻ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ചെയ്യുന്നത്. ഇത് +2 ലെവലിൽ പഠിക്കാനില്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഡെറിവേഷൻ പാർട്ട് ഞാൻ പറയാത്തത്. നിങ്ങൾക്ക് ഹയർ ലെവൽ മാഗ്നറ്റിസത്തിൻ്റെ ബുക്കുകൾ റെഫർ ചെയ്താൽ ഈ ഇക്വേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നിങ്ങളൊരു കാര്യം ബൈഹാർട്ട് ചെയ്യുക. ഫോഴ്സ് ബിറ്റ്വീൻ ഡൈപോൾസ്, ഇഫ് ഇറ്റ് ഈസ് ഇലക്ട്രിക് ഡൈപോൾസ് ഓർ മാഗ്നറ്റിക് ഡൈപോൾസ്, the force is inversely proportional to r⁴. Here r is the separation between the centers of the dipoles. കേട്ടോ, ഫസ്റ്റ് മാഗ്നറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് സെക്കൻഡ് മാഗ്നറ്റിൻ്റെ സെൻറ്ററിലോട്ടുള്ള ദൂരം ആറാണെങ്കിൽ F is inversely proportional to r⁴ എന്നാണ്. ദാറ്റ്സ് അബൌട്ട്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഫിനിഷായി. മാഗ്നറ്റിസം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിങ് വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോബ്ലംസ് കൂടുതൽ ചെയ്യണമെങ്കിൽ നമ്മൾ ലൈവ് ഡിസ്കഷനിൽ വരുന്നുണ്ട്, കോമ്പൻഡിയം ഡിസ്കഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ആസ് എ ടീച്ചർ എന്നുള്ള എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ചാപ്റ്ററിൽ പഠിച്ച് തീർക്കുക. കാരണം നമുക്ക് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. കാരണം നമുക്ക് നവംബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചും ഒരു അവയർനെസ് വേണം. എന്നാലേ നിങ്ങൾക്ക് പാരലായിട്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ ഒരുമിച്ച് പഠിച്ച് കയറാൻ പറ്റും. പിന്നെ ഇപ്പോൾ നവംബർ ഒരിക്കലും കടക്കരുത്. നിങ്ങളുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്സ് പഠിച്ച് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും നവംബർ കടക്കരുത്. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട്, നമ്മുടെ എൻട്രൻസ് എക്സാം എല്ലാം നടക്കുന്നു ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 0 അക്കാഡമിക് ഇയർ ഒന്നും ഒരിക്കലും വരില്ല. കാരണം ഓൺലൈനായിട്ട് ഇവർ പരീക്ഷകൾ നടത്തി പോകുമെന്നാണ് മനസ്സിലായത്. അപ്പോൾ നിങ്ങളൊരു റിലാക്സ്ഡ് മൂഡിലോട്ട് പോകരുത്. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷം ഓൺ ടൈമിൽ തന്നെ എൻട്രൻസ് എക്സാംസും അതുപോലെ തന്നെ ബോർഡ് എക്സാംസും എല്ലാം നടക്കും. ചിലപ്പോൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ കട്ട് ചെയ്യുമായിരിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നമുക്ക് ഇനഫ് ടൈം ഉണ്ട്, നമ്മൾ പഠിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു സജഷൻ കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടികൾ ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഒരു 2-3 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ അവർക്ക് കുറേ നേരം അങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ ഭയങ്കര ചിലപ്പോൾ ഒരു ടെൻഷനൊക്കെ വരാം. അപ്പോൾ അതൊന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഇയർ ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറഞ്ഞിരുന്നു, കുറച്ച് ഹയർ ലെവൽ ലൈക്ക് ബുക്സ് ഉണ്ടല്ലോ, അതായത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചും ആസ്ട്രോഫിസിക്സിനെ കുറിച്ചൊക്കെ ഉള്ള ബുക്സ് ഉണ്ട്. നല്ല നല്ല ബുക്സുകൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ PDF കോപ്പീസ് ഞാൻ അയച്ചു തരാം.
അപ്പോൾ നിങ്ങൾ പറ്റുന്ന പോലെ, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും എനിക്കൊന്നും അങ്ങനെ സാധിച്ചിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ തോന്നാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ഉയർന്ന് വരാമായിരുന്നു. കാരണം ഈ MIT പഠിക്കുന്ന ബാജു എന്ന് പറഞ്ഞൊരു കുട്ടിയെ നിങ്ങൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ കണ്ടില്ലേ? ബാജു ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അവരൊക്കെ ഈ 11th 12th എത്തുന്നതിന് മുന്നേ തന്നെ വൈഡായിട്ട് വായിച്ചിരുന്ന കുട്ടികളാണ്. അതായത് ആ ക്രിയേറ്റീവ് തിങ്കിങ് വളരെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് ബിൽഡ് ചെയ്ത കുട്ടികളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സജഷൻ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ എയിം ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ പറഞ്ഞ പോലെ IIT-കളോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോയ MIT-യോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നിങ്ങളുടെ മനസ്സിലെ പ്ലാനെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വൈഡായിട്ട് വായിക്കണം. നിങ്ങൾ വെറും അക്കാഡമിക്സ് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ചാപ്റ്റർ ഫിനിഷായി എൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ. ആദ്യം ഒരു വേ ഓപ്റ്റിക്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു, ഇപ്പോൾ മാഗ്നറ്റിസം കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.